മെസ്സി ഒരു ഗോൾ അടിച്ചു. അതൊരു സെറ്റ് പീസ് ഗോൾ തന്നെയായിരുന്നു. അങ്ങനെ ഗോൾ അടിച്ചതിന് ശേഷം മെസ്സി പുതിയൊരു റെക്കോർഡും കൂടെ ക്രിയേറ്റ് ചെയ്തു. ജോർദൻ നല്ലൊരു ഈസി ഗെയിം അർജന്റീനയ്ക്ക് കൊടുക്കുന്നുള്ള എക്സ്പെക്ടേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഓസ്ട്രിയക്കെതിരെയുള്ള ആദ്യ മത്സരം ജോർദൻ നല്ല രീതിയിലാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ മാത്രമല്ല മേജർ പ്ലേയേഴ്സിന് എല്ലാവർക്കും അർജന്റീന റെസ്റ്റ് ചെയ്യുന്നു. ഇപ്പം മെസ്സി അടക്കം 9 ചേഞ്ചസ് ആണ് കഴിഞ്ഞ മത്സരത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. ലൊട്ടാരോ മാർട്ടിനസും എമി മാർട്ടിനസും മാത്രമാണ് കഴിഞ്ഞ മത്സരത്തിലെ ടീമിൽ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നത്. ബാക്കി 9 പേരെയും മാറ്റിയിട്ടാണ് ഈ മാച്ച് തുടങ്ങി. സെക്കൻഡ് ഹാഫിൽ മെസ്സി വരികയാണ്. മെസ്സി വന്നതിന് ശേഷം മെസ്സി ഒരു ഗോൾ അടിച്ചു. അതൊരു സെറ്റ് പീസ് ഗോൾ തന്നെയായിരുന്നു. അങ്ങനെ ഗോൾ അടിച്ചതിന് ശേഷം മെസ്സി പുതിയൊരു റെക്കോർഡും കൂടെ ക്രിയേറ്റ് ചെയ്തു. അതായത് തുടർച്ചയായി 7 വേൾഡ് കപ്പ് മത്സരങ്ങളിൽ ഗോൾ അടിക്കുന്ന ആദ്യത്തെ താരമായിട്ട് മെസ്സി മാറിയിരിക്കുകയാണ്. ഇന്ന് മെസ്സി ഉയർത്തിയ മറ്റൊരു റെക്കോർഡ് എന്താണെന്ന് വെച്ചാൽ 2006 തൊട്ട് മെസ്സി വേൾഡ് കപ്പ് കളിക്കുകയാണ്. അപ്പോൾ വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരമായിട്ട് മെസ്സി ഓൾറെഡി മാറി. ആ ലീഡിൽ നിന്ന് ഉയർത്തുകയും ചെയ്തു 19 ഗോളായിട്ട്. ഈ 19 ഗോളിൽ 6 എണ്ണം ഔട്ട്സൈഡ് ദ ബോക്സാണ്. ഒരു വേൾഡ് കപ്പിൽ ഒരു പ്ലെയർ ഔട്ട്സൈഡ് ദ ബോക്സ് ഏറ്റവും കൂടുതൽ ഗോൾ അടിക്കുന്നത് ഇപ്പോൾ മെസ്സിയായി മാറിയിട്ടുണ്ട്. ഈ 19 ഗോളുകളിൽ 2 ഗോളുകൾ ഫ്രീ കിക്ക് ഗോളാണ്. ഒരെണ്ണം നേടിയ 2014-ലും ഒരെണ്ണം ഇന്നത്തെ മത്സരത്തിൽ. അപ്പോൾ ഇതേപോലെ വേൾഡ് കപ്പിൽ ഗോളുകളിൽ 2 ഫ്രീ കിക്ക് ഗോൾ നേടിയ വേറെ 6 താരങ്ങളാണ്. 6 പേര് ഇപ്പോൾ അത് ടൈ ചെയ്യാണ് മെസ്സിക്കൊപ്പം. അപ്പോൾ ആ ഒരു കൂട്ടത്തിലേക്ക് മെസ്സി ഇന്ന് എത്തിച്ചേർന്നിരിക്കുകയാണ്. മെസ്സി വന്നതിന് ശേഷം ടോട്ടലി ആ ടീമിൻ്റെ ഗെയിം തന്നെ മാറി. പിന്നെ നമ്മളെപ്പോഴും പറയുന്ന പോലെ മെസ്സി കോൺസെൻട്രേറ്റഡ് അല്ലെങ്കിൽ മെസ്സിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ടീം സെറ്റപ്പാണ്. അപ്പോൾ മെസ്സി ഇല്ലാതെ കളിച്ചപ്പോൾ അവർ വേറെ പല ഐഡിയാസും വേറെ പല ടാക്ടിക്സുമാണ് ലയണൽ സ്കലോണി പരീക്ഷിച്ചത്. അതൊക്കെ ഓൾമോസ്റ്റ് വിജയിച്ചു എന്ന് തന്നെ പറയാം. പക്ഷേ എന്നിരുന്നാലും ഫിനിഷിങ്ങിലുള്ള ഒരു പ്രശ്നം ഇപ്പോഴും അർജന്റീനയിൽ നിലനിൽക്കുന്നുണ്ട്. ഓപ്പൺ പ്ലേയിൽ കിട്ടപ്പോൾ ഹൂലിയൻ ആൽവരസിനും ലൊട്ടാരോ മാർട്ടിനസിനൊക്കെ ചാൻസസ് ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അവർക്ക് ഗോളായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു.